വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ EVSലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള എറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് എന്നുള്ള പാഠഭാഗവും അതിലെ ഫുൾ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ലെറ്റ്സ് അസസ് പ്രവർത്തനവുമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, നമുക്ക് ചുറ്റും എന്താണ് ഡിഫറെൻറ്റ് ഫോംസിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ. അനു ഈസ് ടാലൻറ്റഡ് ഇൻ ഡ്രോയിങ്, അനുവിന് വരക്കാൻ ഭയങ്കര ടാലൻ്റ് ഉള്ള കൂട്ടത്തിലാണ്. നളിൻ ഈസ് റിക്വസ്റ്റിംഗ് ഹെർ ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്, അപ്പോൾ നളിന് പറയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ ചിത്രം വരക്കാൻ വേണ്ടി പറയാണ്. അനു പ്ലീസ് ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് സ്റ്റോൺ, ചോക്ലേറ്റ്, കോക്കനട്ട് ഓയിൽ, ഹണി, ചെയർ ആൻഡ് വാട്ടർ. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? സ്റ്റോണ്, ചോക്ലേറ്റ്, കോക്കനട്ട് ഓയിൽ, ഹണി, ചെയർ, വാട്ടർ, ഇതിൻ്റെയൊക്കെ പിക്ചർ വരക്കാനാണ് പറയുന്നത്. You can also try to draw pictures of the objects mentioned by Nalin. അപ്പോൾ നലിൻ പറഞ്ഞിട്ടുള്ള വസ്തുക്കൾ നിങ്ങളും ഒന്ന് വരച്ചു നോക്കുക. Among them, name the objects that you were able to draw correctly. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിതിൽ വരക്കാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റോണ്, ചോക്ലേറ്റ്, ചെയർ, ഇതൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ട് വരക്കാൻ വേണ്ടി പറ്റുന്നത്. Then നെയിം ദ ഒബ്ജെക്ട്സ് യു ആർ അണേബിൾ ടു ഡ്രോ. ഇനി നമുക്ക് വരക്കാൻ പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ്? ഹണി, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ വാട്ടർ. ഇത് നമുക്ക് ശരിയായ രീതിയിൽ വരക്കാൻ വേണ്ടി പറ്റില്ല. ദേ വർ യു ഏബിൾ ടു ഡ്രോ ദ ഒബ്ജെക്ട്സ് ഇൻ ദ ഫസ്റ്റ് സെറ്റ്. ഒന്നാമത്തെ ആ സെറ്റിലെ വസ്തുക്കളെ വരക്കാൻ വേണ്ടി സാധിച്ചത് നമുക്ക് എന്തുകൊണ്ടാണ്? ദേ ഹാവ് ഡിഫൈൻഡ് ഷേപ്പ്, കാരണം അതിന് ഷേപ്പ് ഉണ്ട്. ഇപ്പോൾ ചെയർ എന്ന് പറയുമ്പോൾ ചെയറിന് ഒരു ഷേപ്പ് ഉണ്ട്, പക്ഷെ വെള്ളം എന്ന് പറയുന്നതിന് ഒരു ഷേപ്പ് ഇല്ല. അത് ഏത് പാത്രത്തിലാണോ ഉള്ളത് അതിൻ്റെ ഷേപ്പ് ആയിരിക്കും അതിന് ഉണ്ടാവുന്നത്. ദേ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജെക്ട്സ് അറൗണ്ട് അസ്. അപ്പോൾ നമുക്ക് ചുറ്റും ഇത്തരത്തിൽ പലതരത്തിലുള്ള സംഭവങ്ങൾ, വസ്തുക്കൾ നമുക്ക് ചുറ്റും ഉണ്ട് അല്ലേ. ഡു ഓൾ ഓഫ് ദം അപ്പിയർ ടു ബി ഓഫ് ദ സെയിം ഷേപ്പ്. അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിലാണോ കാണപ്പെടുന്നത്? നോ, എല്ലാത്തിനും അതിൻ്റേതായ ഷേപ്പുകളുണ്ട് അല്ലേ. ചില ഒബ്ജക്ട്സിന് സെയിം ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരിക്കും, ചിലതിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഷേപ്പ് ഉണ്ടായിരിക്കും. ഒബ്ജക്ട്സ് ഹാവിങ് ഡിഫൈൻഡ് ഷേപ്പ് ആർ കോൾഡ് സോളിഡ്സ്. അപ്പോൾ ഒരു ഡിഫൈൻ ഷേപ്പുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിഡ്സ് എന്നുള്ളത്. സോളിഡ്സ്. ഓക്കെ, ഇനി വെയ്റ്റിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ട്രൈ ടു ലിഫ്റ്റ് എ സ്മോൾ ബ്രിക്ക് ആൻഡ് എ ലാർജ് ബ്രിക്ക്. നിങ്ങൾ ഒരു ചെറിയ ബ്രിക്കും ഒരു വലിയ ബ്രിക്കും കൂടി ഒന്ന് ഉയർത്തി നോക്കുക. വിച്ച് ബ്രിക്ക് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ലിഫ്റ്റ്? വൈ? ഏതാണ് നിങ്ങൾക്ക് ഉയർത്താൻ വേണ്ടി പ്രയാസം അനുഭവപ്പെടുന്നത്? ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏതായിരിക്കും? ലാർജ് ബ്രിക്കാണ് അല്ലേ. ബിക്കോസ് ഇറ്റ് ഹാസ് മോർ വെയിറ്റ്, കാരണം അതിന് നന്നായിട്ട് വെയിറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ഡു ഓൾ ഒബ്ജക്ട്സ് ഹാവ് ദ സെയിം വെയിറ്റ്? എല്ലാ ഒബ്ജക്ട്സിനും ഒരേ വെയിറ്റ് ആണോ ഉള്ളത്? അല്ല, ഓരോന്നിനും അതിൻ്റേതായ വെയിറ്റിലും വ്യത്യസ്തം ഉണ്ടായിരിക്കും. മെഷർ ദ വെയിറ്റ് ഓഫ് ഡിഫറെൻറ്റ് സോളിഡ് മെറ്റീരിയൽസ് യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ യുവർ സ്കൂൾ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള സ്പ്രിംഗ് ബാലൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് സോളിഡ് ഐറ്റംസിൻ്റെയൊക്കെ വെയിറ്റ് എത്രയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. നെക്സ്റ്റ് വൺ, എ പ്ലേസ് ടു ഒക്യുപ്പൈ. എന്താണ്? ഇരിക്കാൻ ഒരിടം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ ഫിൽഡ് വിത്ത് വാട്ടർ. വെള്ളം നിറച്ച ഒരു ഗ്ലാസ് ടംബ്ലർ നിങ്ങൾ എടുക്കുക. ടൈ എ സ്റ്റോൺ വിത്ത് എ സ്ട്രിങ് ആൻഡ് സ്ലോലി ഇമ്മേഴ്സ് ഇറ്റ് ഇൻ ടു ദ വാട്ടർ. അതിനുശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ അതിൽ ഒരു കല്ല് കെട്ടിയിട്ട് അതിനെ പതുക്കെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്? വാട്ട് മൈറ്റ് ബി ദ റീസൺ? എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ നമുക്ക് അവിടെ എന്താ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കഴിയുക? ആ വെള്ളം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അല്ലേ. എന്താണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? ദ വാട്ടർ ഇൻ ദ ഗ്ലാസ് ടംബ്ലർ ഫ്ലോസ് ഔട്ട്. അത് പുറത്തേക്ക് ഒഴുകി വരും. ബിക്കോസ് ദ സ്റ്റോൺ ഹാസ് എ വെയിറ്റ്, ദ വാട്ടർ വിൽ ഫ്ലോ ഔട്ട് വിത്ത് ദാറ്റ് വെയിറ്റ്. കാരണം ആ സ്റ്റോണിന് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും വെയിറ്റുള്ള വെള്ളം താഴേക്ക് വരിക തന്നെ ചെയ്യും. Then next, try again by immersing a large stone into the water. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് കൂടിയ വലിയ കല്ലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ്? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഒബ്സർവ് ആണ് കാണാൻ പറ്റുന്നത് എന്ന്, എന്ത് നീക്ഷനാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുക? കുറച്ചും കൂടി വെള്ളം പുറത്തേക്ക് പോകുന്നത് തോന്നും അല്ലേ. എ ലിറ്റിൽ മോർ വാട്ടർ വിൽ ഫ്ലോ ഔട്ട് ബിക്കോസ് ദ സെക്കൻഡ് സ്റ്റോൺ ഈസ് ഹെവിയർ ദാൻ ദ ഫസ്റ്റ് വൺ. കാരണം ഫസ്റ്റ് വണ്ണിനേക്കാൾ കുറച്ചും കൂടി ഹെവിയർ ആണ് സെക്കൻഡ് വൺ. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചും കൂടെ പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. വാട്ട് മൈ ബി ദ റീസൺ? ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ്സ് റിക്വയർ സ്പേസ് ടു ഒക്യുപ്പൈ. സോളിഡ്സിന് എന്ത് വേണം? ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ആവശ്യമാണ്. ലാർജർ സോളിഡ്സ് റിക്വയർ മോർ സ്പേസ് ടു ഒക്യുപ്പൈ. വലിയ സാധനങ്ങൾക്ക് ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് കൂടുതലായിട്ട് വേണം എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം, റീസൺ എന്ന് പറയുന്നത്.
ഓക്കെ, റൈറ്റ് ഓൺ ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് മെറ്റീരിയൽസ് ഇൻ മൈ എൻവയോൺമെൻറ്റ് സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സയൻസ് ഡയറി എടുത്തിട്ട് അതിൽ ഈ സോളിഡ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്, ഹാവ് ഡിഫൈൻഡ് ഷേപ്പ്. അതിനെന്താണ് ശരിയായിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരിക്കും. നീഡ് സ്പേസ് ടു ഒക്യുപ്പൈ, അതിന് കൃത്യമായിട്ട് ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് വേണം. ദേ ഹാവ് വെയിറ്റ്, അതുപോലെ തന്നെ അതിനെന്തുണ്ട്, വെയിറ്റ് കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ ഷേപ്പ് ഓഫ് വാട്ടർ ആണ്. വെള്ളത്തിൻ്റെ ഷേപ്പിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. യു ആർ നോട്ട് ഏബിൾ ടു ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് വാട്ടർ, റൈറ്റ്. നമുക്ക് എന്താണ് വെള്ളത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമുക്കത് വെള്ളം ഒരു പാത്രത്തിലാണെങ്കിൽ വരയ്ക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ റിവറിലാണെങ്കിൽ അങ്ങനെയൊക്കെ വരയ്ക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ വെള്ളത്തിൻ്റെ പിക്ചർ നമുക്ക് ഒരിക്കലും വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഫിൽ വാട്ടർ ഇൻ ദ വെസൽസ് ഹാവിങ് ഡിഫറെൻറ്റ് ഷേപ്പ് ആസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ഓരോ ആകൃതിയിലുള്ള ഓരോ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഇതിലൊക്കെ നിങ്ങൾ വെള്ളം നിറക്കുക. ദെൻ ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് വാട്ടർ ഇൻ ഈച്ച് ഓഫ് ദ വെസൽസ്. എന്നിട്ട് ഓരോ വെസലിലെയും വാട്ടറിൻ്റെ ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. ആർ ദ ഷേപ്സ് ദ സെയിം? ഈ ഷേപ്സ് ഒക്കെ സെയിം ആണോ? നോ, ദേ ആർ ഷേപ്ഡ് ലൈക്ക് ദ കണ്ടെയ്നർ ദേ ആർ ടേക്കൻ ഫ്രം. ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ളത് അതിൻ്റെ ഷേപ്പിലാണ് എന്തുള്ളത്, വാട്ടർ അപ്പോൾ നിലനിൽക്കുന്നത്. ദെൻ റൈറ്റ് ഓൺ യുവർ ഇൻഫറൻസ് അബൌട്ട് ദ ഷേപ്പ് ഓഫ് വാട്ടർ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഷേപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത്? വാട്ടർ ഡസൻ ഹാവ് ഡിഫൈൻ ഷേപ്പ്. വെള്ളത്തിന് എന്തുണ്ട്, ഡിഫൈൻ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് ഒക്യുപ്പൈസ്. അത് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ആ ഒരു കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എന്താണോ അതിലാണ് അത് നിലനിൽക്കുന്നത്. നെക്സ്റ്റ് വൺ വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. വെള്ളത്തിൻ്റെ വെയിറ്റിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. Measure the weight of your water bottle before and after filling it with water using the spring balance available in your school. അപ്പോൾ നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റ് നിങ്ങൾ വെള്ളം നിറക്കുന്നതിന് മുന്നേ എത്രയുണ്ട്, വെള്ളം നിറച്ചതിന് ശേഷം എത്രയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ സ്കൂളിലെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് നോക്കുക. വെയിറ്റ് ഓഫ് വാട്ടർ ബോട്ടിൽ ബിഫോർ ഫില്ലിംഗ് ദ വാട്ടർ എത്രയാണെന്ന് അവിടെ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് വാട്ടർ ബോട്ടിൽ ആഫ്റ്റർ ഫില്ലിംഗ് വിത്ത് വാട്ടർ എത്രയാണെന്ന് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വെയ്റ്റ്സ്? എന്താണ് രണ്ട് വെയ്റ്റ്സും തമ്മിലുള്ള വ്യത്യാസം? വെള്ളം നിറച്ചപ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ടാവും അല്ലേ. ദെൻ വാട്ട് ക്യാൻ ബി ദ റീസൺ? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ഹാസ് വെയിറ്റ്. വെള്ളത്തിന് എന്തുണ്ട്, വെയിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ വെയിറ്റ് കുറയുന്നത് നമുക്കറിയാം അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ദ പവർ ഓഫ് വാട്ടർ ആണ്. ഇനി വാട്ടറിന് പവർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഡസ് ഫ്ലോയിങ് വാട്ടർ ഹാവ് പവർ? ഒഴുകുന്ന വെള്ളത്തിന് പവർ ഉണ്ടോ? ഇപ്പോൾ പുഴയിലൂടെയൊക്കെ ഒഴുകുന്ന വെള്ളത്തിന് അല്ലെങ്കിൽ എവിടെയെന്നെങ്കിലുമൊക്കെ ഒഴുകുന്ന വെള്ളത്തിന് പവർ ഉണ്ടോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമുക്കതൊന്ന് നോക്കാം അല്ലേ. മേക്ക് എ വീൽ ബൈ അറ്റാച്ചിങ് 6 ഐസ്ക്രീം സ്പൂൺസ് ടു ദ സർക്കുലർ ലിഡ് ഓഫ് എ ജാർ. എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു സർക്കുലർ ലിഡുള്ള ഒരു ജാർ എടുക്കുക. അതിനുശേഷം അതിൻ്റെ അടപ്പിൽ 6 ഐസ്ക്രീമിൻ്റെ സ്പൂൺ ഇതേപോലെ നിങ്ങളൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക, അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ദ വീൽ ഈസ് ടു ബി അറേഞ്ച്ഡ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന പോലെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ അറേഞ്ച് ചെയ്ത് നിർത്തേണ്ടത്. പ്ലേസസ് ബിലോ ദ വാട്ടർ ഫ്ലോയിങ് ഫ്രം എ പൈപ്പ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന പോലെ വെള്ളം വീഴുന്ന സ്ഥലത്ത് ഇത് ശരിക്കും ഒന്ന് നിങ്ങൾ വെച്ചു കൊടുക്കുകയും ചെയ്യാം. വാട്ട് ഡു യു ഒബ്സർവ്? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും? ദ വീൽ വിൽ റൊട്ടേറ്റ്. ആ വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വിച്ച് ഈസ് ദ ഫോഴ്സ് ദാറ്റ് മെയ്ഡ് ദ വീൽ ടു റൊട്ടേറ്റ്? അവിടെ വീൽ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പൈപ്പിൽ നിന്നും വരുന്ന വെള്ളമാണല്ലേ. ആ വെള്ളം നിർത്തിയിട്ടുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യോ? ഇല്ല. അപ്പോൾ എന്താണ്? ഫ്ലോയിങ് വാട്ടർ ആണ് അവിടെ കാരണം എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ. എന്താണ്? ഒഴുകുന്ന വെള്ളത്തിന് എന്തുണ്ട്? പവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇൻ വിച്ച് സ്റ്റേറ്റ് ഡസ് വാട്ടർ എക്സിസ്റ്റ്? വാട്ടർ ശരിക്കും എന്ത് ഇതിലാണുള്ളത്, എന്ത് സ്റ്റേറ്റിലാണുള്ളത്? വാട്ടർ എന്ന് പറയുന്നത് ഒരു ലിക്വിഡാണ്. ഓക്കെ, ലിക്വിഡ് സ്റ്റേറ്റിലാണ് വെള്ളം നിലനിൽക്കുന്നത്. ലിസ്റ്റ് ഔട്ട് അതർ എക്സാമ്പിൾസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. അപ്പോൾ ഇതേ സ്റ്റേറ്റിലുള്ള വേറെ എന്തൊക്കെ സാധനങ്ങൾ നമുക്കറിയാം? കോക്കനട്ട് ഓയിൽ അല്ലേ. കോക്കനട്ട് ഓയിൽ, കെറോസിൻ, ഹണി, പെട്രോൾ, ഡീസൽ, ഇതൊക്കെ ഇത്തരത്തിൽ ഉള്ളതാണ്. ഒബ്ജക്ട്സ് ദാറ്റ് ഫ്ലോ ആൻഡ് ഹാവിങ് നോ ഡിഫൈൻഡ് ഷേപ്പ് ആർ കോൾഡ് ലിക്വിഡ്സ്. അപ്പോൾ കൃത്യമായ ആകൃതി ഇല്ലാത്തതും ഇതുപോലെ തന്നെ ഒഴുകാൻ വേണ്ടി കഴിയുന്നതുമായിട്ടുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. വാട്ടർ, ഓയിൽ എക്സെട്ര ആർ ലിക്വിഡ്സ്. അപ്പോൾ വാട്ടർ, ഓയിൽ എക്സെട്ര ഇതൊക്കെ വാട്ടർ, ഓയിൽ ഇതൊക്കെ എന്താണ്? ലിക്വിഡ്സ് ആണ്. അതുപോലെ തന്നെ മിൽക്ക്, ജ്യൂസസ്, കെറോസിൻ ഇതൊക്കെ ഇത്തരത്തിലുള്ള ലിക്വിഡ്സ് ആണ്.
Then identify the mark the liquids objects from the table given below. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ, ഇതിൽ നിന്നും കുറച്ച് ലിക്വിഡ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഇവിടെ നോക്കൂ, വാട്ടർ അല്ലേ, ഇതെന്താണ് വാട്ടർ എന്നുള്ളതാണ്. ഇത് നോക്കൂ, ഇതിൻ്റെ മേലെയായിട്ടുള്ളത് ഹണിയാണ്. ഇവിടെയുള്ളത് കോക്കനട്ട് ഓയിലാണ്, കോക്കനട്ട് ഓയിൽ. നെക്സ്റ്റ് ആണ് നോക്കൂ, കെറോസിൻ. ഓക്കെ, കെറോസിൻ. ഇനി ഇവിടെ വേറെ ഏതെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് ജോസ്റ്റ് നോക്കുക. ഇവിടെ നോക്കൂ, പെട്രോൾ. ഓക്കെ, പെട്രോൾ കിട്ടി. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ട് മിൽക്ക്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ് കംപ്ലീറ്റ് ദ പദസൂര്യൻ. ഇവിടെ ഒരു വേർഡ്സ് ആണ്, അഥവാ ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനാണ്. എന്ത് കൊടുക്കാം? നോ ഡിഫൈൻ ഷേപ്പ്. എന്താണ്? ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഷേപ്പ് അതിനില്ല. ദേ ഹാവ് വെയിറ്റ്. അതിന് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. ഹാവ് എബിലിറ്റി ടു ഫ്ലോ. അതിന് ഒഴുകാനുള്ള ഒരു ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു എബിലിറ്റി ഉണ്ട്. ടേക്സ് ദ ഷേപ്പ് ഓഫ് കണ്ടെയ്നർ ഇറ്റ് ഓക്യുപ്പൈസ്. അത് ഏത് കണ്ടെയ്നേഴ്സിലാണോ നിലനിൽക്കുന്നത് അതിൻ്റെ ഷേപ്പ് അത് സ്വീകരിക്കും എന്നുള്ളതും ഒരു പ്രോപ്പർട്ടീസാണ്. ടോയ് ഫാൻ ആൻഡ് വിൻഡ് എന്നുള്ളതാണ് അടുത്തത്. റീഡ് ദ പിക്ചർ സ്റ്റോറി. ഇവിടെ എന്താണ്? ഒരു പിക്ചർ സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. അനു ആൻഡ് ഹെർ ഫാമിലി ആർ റിട്ടേണിംഗ് ഹോം ഇൻ എ ബസ് ആഫ്റ്റർ വാച്ചിങ് എ ഫെസ്റ്റിവൽ. ഒരു ഫെസ്റ്റിവൽ കണ്ടതിന് ശേഷം അനുവും ഫാമിലിയും കൂടി വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു, ബസ്സിലാണ്. ഹെർ ബ്രദർ ഹാസ് എ ടോയ് ഫാൻ വിച്ച് ദേ ബോട്ട് ഫ്രം ദ ഫെസ്റ്റിവൽ. അപ്പോൾ ആ ഫെസ്റ്റിവലിൽ നിന്നും അവളുടെ അനുവിൻ്റെ ബ്രദർ ഒരു ടോയ് ഫാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദ ടോയ് ഫാൻ ബിഗേൻ ടു റൊട്ടേറ്റ് വെൻ ദ ബസ് സ്റ്റാർട്ടഡ് മൂവിങ്. അപ്പോൾ ബസ് ഓടി തുടങ്ങിയപ്പോൾ എന്താണ്? ആ ടോയ് ഫാനും കറങ്ങാൻ വേണ്ടി, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഹായ് സിസ്റ്റർ, ലുക്ക് മൈ ടോയ് ഫാൻ ഈസ് റൊട്ടേറ്റിംഗ്. അപ്പോൾ ആ കുട്ടി അനുവിൻ്റെ ബ്രദർ പറയാണ്, ചേച്ചി നോക്ക്, എൻ്റെ ടോയ് ഫാന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. വെൻ ദ ബസ് സ്റ്റോപ്ഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റോപ്പ് ദ ടോയ് ഫാൻ കീസ്ഡ് റൊട്ടേറ്റിംഗ് ഹെർ ബ്രദർ സ്റ്റാർട്ട് ടു ക്രൈ. അപ്പോൾ എന്താണ്? അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ ആ ടോയ് ഫാൻ എന്താണ്? അതിൻ്റെ റൊട്ടേഷൻ നിർത്തുകയാണ് ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് ബ്രദർ കരയാൻ വേണ്ടി തുടങ്ങി. മൈ ടോയ് ഫാൻ ഈസ് നോട്ട് റൊട്ടേറ്റിംഗ്, ഐ വാണ്ട് ഇറ്റ് റൊട്ടേറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? എൻ്റെ ടോയ് ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, എനിക്കിത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറയാണ്. വെൻ ഹി കണ്ടിന്യൂഡ് ക്രൈയിങ് ഹിസ് മദർ ബ്ലൂ ഇൻ ടു ദ ടോയ് ഫാൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റൊട്ടേറ്റ് എഗെയിൻ. അങ്ങനെ കരച്ചിൽ തുറന്നപ്പോൾ അമ്മ എന്ത് ചെയ്തു? ആ ടോയ് ഫാൻ ഒന്ന് ഊതി കൊടുത്തപ്പോൾ അത് വീണ്ടും കറങ്ങാൻ വേണ്ടി തുടങ്ങാണ്. When the bus started moving, the toy fan started to rotate again. He became very happy. ബസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടി തുടങ്ങിയപ്പോൾ ടോയ് ഫാൻ എന്താണ്? വീണ്ടും കറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടിയിട്ട് അവന് നല്ല ഹാപ്പിയായി. ദെൻ ഹാവിൻറ്റ് യു ഹാഡ് സച്ച് എക്സ്പീരിയൻസസ്? നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? വൈ ഡിഡ് ദ ടോയ് ഫാൻ ചീസ് റൊട്ടേറ്റ് വെൻ ദ ബസ് സ്റ്റോപ്പ്ഡ്. ബസ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ആ ടോയ് ഫാന് എന്താണ് കീസായിട്ട് മാറിയത്? അത് കറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ വിൻഡ് ഈസ് നോട്ട് ബ്ലോയിങ്. കാരണം എന്താണ്? ആ വിൻഡിൻ്റെ ബ്ലോയിങ്, അത് വിൻഡിൻ്റെ ശക്തി കുറഞ്ഞത് കൊണ്ടാണ് അത് കറങ്ങാതിരുന്നത്. ഇൻ വാട്ട് ഓൾ സിറ്റുവേഷൻസ് ഡസ് ദ ടോയ് ഫാൻ റൊട്ടേറ്റ്? ഈ ടോയ് ഫാന് കറങ്ങുന്ന വേറെ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണുള്ളത്? ഒന്ന് വൈൽ റണ്ണിങ് വിത്ത് ദ ടോയ് ഫാൻ. ആ ടോയ് ഫാന് കൊണ്ട് നമ്മൾ ഓടുകയാണെങ്കിൽ അത് കറങ്ങുന്നതാണ്. വെൻ റണ്ണിങ് എ വെഹിക്കിൾ, ഒരു വെഹിക്കിൾ റണ്ണ് ചെയ്യുമ്പോൾ അത് കറങ്ങുന്നതാണ്. വെൻ ബ്ലോയിങ് ഇൻ ടു ദ ടോയ് ഫാൻ, അതുപോലെ തന്നെ കാറ്റ് വീശുമ്പോഴും ഇത് കറങ്ങുന്നതാണ്. ഇൻ ദ അബവ് സിറ്റുവേഷൻ വാട്ട് ഹെൽപ്ഡ് ദ ടോയ് ഫാൻ ടു റൊട്ടേറ്റ്? ഈ സിറ്റുവേഷൻസിലൊക്കെ ടോയ് ഫാനിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? എയർ ആണ് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? എയർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഹി ഡിഡ് വി നോ ദാറ്റ് ദർ ഈസ് വിൻഡ്. അപ്പോൾ വിൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക്? ലീവ്സ് ആർ മൂവിങ്. ലീവ്സ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വിൻഡ് ഉണ്ട് എന്നുള്ളത്. കൈറ്റ് ഈസ് ഫ്ലെയിം, അതുപോലെ തന്നെ കൈറ്റ് ഫ്ലൈ ചെയ്യുന്നത്. ഡസ്റ്റ് മൂവ്സ്, ഈ പൊടികളൊക്കെ പാറുന്നത്. ക്ലോത്ത്സ് ആൻഡ് ഹെയർ മൂവ്സ്, നമ്മുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ മുടിയൊക്കെ ഇളകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്ത്? കാറ്റുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യങ്ങളാണ്. ദെൻ ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് ജനറലി ഫാൻ യുവർ സെൽഫ് വിത്ത് ഇറ്റ്. അപ്പോൾ നിങ്ങൾ എന്തെടുക്കുക? ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് വീശി നോക്കുക. വാട്ട് ഡു യുവർ എക്സ്പീരിയൻസ്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വി ക്യാൻ ഫീൽ ദ വിൻഡ് കമ്മിങ്. നമുക്ക് കാറ്റ് വരുന്നതായിട്ട് നമുക്ക് തോന്നുക അല്ലേ? ദെൻ വാട്ട് ഡിഡ് വി ഡു ജനറേറ്റ് ദ വിൻഡ്? അപ്പോൾ കാറ്റുണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ദ പേപ്പർ മൂവ് ദ എയർ ബൈ ബ്ലോയിങ്. നമ്മൾ ആ വായുവിൽ പേപ്പർ ഒന്ന് ഇങ്ങനെ ബ്ലോ ചെയ്താൽ മാത്രം മതി. വി മെയ്ഡ് ദ എയർ അറൗണ്ട് ആസ് മൂവ് റൈറ്റ്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ നമുക്ക് എന്താണ്? മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആക്ച്വലി എന്താണ് വിൻഡ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് വിൻഡ്? വിൻഡ് എന്ന് പറയുന്നത് മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. ചലിക്കുന്ന, മൂവ് ചെയ്യുന്ന ഒരു എയറിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. ഷോൾ യു മേക്ക് എ ടോയ് ഫാൻ? ഇന്ന് നമുക്കൊരു ടോയ് ഫാൻ ഉണ്ടാക്കിയാലോ?
മെറ്റീരിയൽസ് എന്തൊക്കെ വേണം? 2 pieces of coconut leaves of 15 centimeter piece of mid ribs of coconut leaves and scissors. അപ്പോൾ നമ്മൾ 15 സെൻറ്റിമീറ്റർ നീളമുള്ള 2 തെങ്ങോല കഷ്ണങ്ങൾ എടുക്കുക, അതുപോലെ തന്നെ ഈർക്കിലി എടുക്കുക, കത്രികയും എടുക്കുക. അത്രയും സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ കാണുന്ന പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോളോ ദ സ്റ്റെപ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ടു മേക്ക് ദ ടോയ് ഫാൻ. ഈ ടോയ് ഫാൻ ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ട്രൈ ബ്ലോയിങ് എയർ ഇൻ ടു ഇറ്റ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ എയറിൽ ഒന്ന് ഊതാൻ വേണ്ടി ശ്രമിക്കുക. നൗ റാൻ ഹോൾഡ് ഇൻ ദ ടോയ് ഫാൻ ഇൻ യുവർ ഹാൻഡ്. അതുപോലെ തന്നെ ടോയ് ഫാൻ പിടിച്ചിട്ട് നിങ്ങളൊന്ന് ഓടി നോക്കുക. വാട്ട് ഹാപ്പൻ ദെൻ? അപ്പോൾ എന്താ സംഭവിക്കുക? ടോയ് ഫാൻ വിൽ റൊട്ടേറ്റ്. അത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ യുവർ എൻവയോൺമെൻറ്റ് സയൻസ് ഡയറി. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ ഒബ്സർവ് ചെയ്തത് അത് എൻവയോൺമെൻറ്റ് സയൻസ് ഡയറിയിൽ നിങ്ങളുടെ അടുത്ത് എഴുതാനാണ് പറയുന്നത്. ദെൻ ഈസ് എയർ ഓൾവേസ് മൂവിങ്. ഈ എയർ എന്ന് പറയുന്നത് എപ്പോഴും മൂവ് ചെയ്യുന്ന ഒരു സംഭവമാണോ? ഡോണ്ട് വി ഫീൽ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ വെൻ ദ ഫാൻ ഇൻ ദ ക്ലാസ് റൂം ഈസ് റൊട്ടേറ്റിംഗ്. ക്ലാസ്സിലെ ഫാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് എയറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അനുഭവപ്പെടും അല്ലേ? ഇനി സ്റ്റോപ്പ് ദ ഫാൻ ഓൺ ഒബ്സർവ്. ഇനി ഫാൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുന്നത്? ഈസ് ഇറ്റ് എയർ സ്റ്റിൽ മൂവിങ്? അപ്പോഴും എയർ മൂവ് ചെയ്യുന്നുണ്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നുക? ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? സോ വാട്ട് ഹാപ്പൻ ടു ദ മൂവ്മെൻറ്റ് ഓഫ് എയർ വെൻ ദ ഫാൻ വാസ് സ്റ്റോപ്ഡ്. അപ്പോൾ ഫാൻ നിർത്തിയപ്പോൾ അവിടെ ആ ഒരു എയറിന് എന്താണ് സംഭവിക്കുന്നത്? എയർ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ നോക്കൂ. ഇവിടെ ഒരു കുട്ടി പറയാണ് ഹായ് നൈസ് ഫ്രാഗ്രൻസ്. നല്ല സുഗന്ധം എന്ന് പറയുകയാണല്ലേ. എവിടെ നിന്നോ സുഗന്ധം വരുന്ന ആ ഒരു ക്ലാസ്സിൻ്റെ വിൻഡോയിൽ നിന്ന് ആ കുപ്പിയിൽ നിന്നുമാണ് അവിടെ വരുന്നത് അല്ലേ? അപ്പോൾ ആ കുട്ടിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൗ ഡിഡ് ദ ഫ്രാഗ്രൻസ് റീച്ച് ദ ചൈൽഡ്സ് നോസ്. എങ്ങനെയാണ് ആ കുട്ടിയുടെ മൂക്കിലേക്ക് ആ ഒരു ഫ്രാഗ്രൻസ് എത്തിയത്? ത്രൂ എയറിലൂടെയാണ് എത്തിയത് അല്ലേ? ലൈറ്റ് ആൻഡ് ഇൻസെൻസ് സ്റ്റിക്ക് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ ടേബിൾ ഓർ പ്ലേസ് സം ജാസ്മിൻ ഫ്ലവേഴ്സ് or a piece of cotton soaked in lemon grass oil in a corner of the classroom and observe. അപ്പോൾ നിങ്ങൾ മേശപ്പുറത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ മൂലയിൽ കുറച്ച് ജാസ്മിൻ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ പുൽത്തൈലം എന്ന് പറയുന്ന ആ ഒരു സംഭവം പഞ്ഞിയിലോ മറ്റോ ആക്കിയിട്ട് ഒന്ന് വെച്ച് നോക്കുക. വാട്ട് ഡു യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുക? നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് വരും അല്ലേ? ഹൗ ഡിഡ് ദ ഫ്രാഗ്രൻസ് സ്പ്രെഡ് ഓൾ ത്രൂ ദ ക്ലാസ് റൂം. എങ്ങനെയാണ് ക്ലാസ് റൂമിലേക്ക് മൊത്തം ഈ ഒരു ഫ്രാഗ്രൻസ് വന്നത്? മൂവിങ് എയർ സ്പ്രെഡ് ദ ഫ്രാഗ്രൻസ് ഓൾ ത്രൂ ദ ക്ലാസ് റൂം. അപ്പോൾ വായുവിലൂടെയാണ് എയറിലൂടെയാണ് ഈ ഒരു ക്ലാസ്സിൽ മൊത്തം ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. കുഡ് യു എക്സ്പീരിയൻസ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ദിസ് ടൈം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എയറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് ആ ഒരു സ്മെല്ല് മാത്രം വരും, പക്ഷെ നമുക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ആർ വി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ ജെൻലി മൂവ്മെൻറ്റ് ഓഫ് എയർ. അപ്പോൾ എയറിൻ്റെ ഈ ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ല. ഷാൾ വി മേക്ക് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഡിറ്റക്ട് ദ ജെൻറൽ മൂവ്മെൻറ്റ് ഓഫ് എയർ. അപ്പോൾ ഈ ഒരു എയറിൻ്റെ ചെറിയ ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടാക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്? പേപ്പർ, സിസേഴ്സ്, ത്രെഡ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ടേക്ക് എ തിൻ ആൻഡ് നാരോ പേപ്പർ ആൻഡ് കട്ട് എ പീസ് ഓഫ് അബൌട്ട് 50 സെൻറ്റിമീറ്റർ ഫ്രം ഇറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു നാരോ ആയിട്ടുള്ള തിന്നായിട്ടുള്ള പേപ്പർ എടുക്കുക, അതിൽ നിന്നും 50 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് എടുക്കുക. റോൾ ഇറ്റ് പേപ്പർ അറൗണ്ട് എ പെൻസിൽ. എന്നിട്ട് പെൻസിലിൽ നമ്മളതിങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുക. ടൈ എ ത്രെഡ് ടു വൺ എൻഡ് ഓഫ് ദ പേപ്പർ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ അതിൻ്റെ എൻഡിൽ എന്ത് ചെയ്യുക? ഒരു നൂല് കൊണ്ട് നിങ്ങൾ കെട്ടിക്കൊടുക്കുക. ഹാങ് ഇറ്റ് ഇൻ എ ഫിക്സ്ഡ് സ്പോട്ട് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് ഒബ്സർവ്. അപ്പോൾ ക്ലാസ്സിലെ ഒരു ഫിക്സഡ് പ്ലേസിൽ നിങ്ങൾ ഇതൊന്ന് കെട്ടിട്ട് കൊടുക്കുക. റൈറ്റ് ഓൺ യുവർ ഒബ്സർവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്കറിയാം നെയ്സ് ആയിട്ടുള്ള പേപ്പറാണ്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് ദ തിൻ പേപ്പർ യൂസ് എ തിക്ക് കാർഡ്ബോർഡ് പീസ് ആൻഡ് ഹാങ് ഇറ്റ്. വാട്ട് ഡിഡ് യു ഒബ്സർവ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള തിന്നായിട്ടുള്ള പേപ്പറാണല്ലേ, അത് മാറ്റിയിട്ട് നിങ്ങൾ തിക്കായിട്ടുള്ളൊരു കാർഡ്ബോർഡോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും? അത് മൂവ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റില്ല. വൈ? എന്തുകൊണ്ടാണ്? പേപ്പർ വിൽ മൂവ് ഈവൻ ഇഫ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ഈസ് നോട്ട് സ്ട്രോങ്. കാർഡ്ബോർഡ് മൂവ്സ് ഓൺലി ഇഫ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ഈസ് സ്ട്രോങ്. അപ്പോൾ എയർ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ? കാർഡ്ബോർഡിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, തിൻ പേപ്പറിന് മാത്രമേ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. വാട്ട് ഈസ് യുവർ ഇൻഫറൻസ് അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ. അപ്പോൾ എയറിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? എയർ ഈസ് ഓൾവേസ് ഇൻ മൂവ്മെൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും എയർ മൂവ് ചെയ്യുന്നുണ്ട്. വി എക്സ്പീരിയൻസ് ഇറ്റ് ഓൺലി വെൻ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ഈസ് സ്ട്രോങ്. പക്ഷെ അത് സ്ട്രോങ് ആകുമ്പോൾ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ദെൻ വാട്ട് ആർ ദ ഡിഫറൻസ് വേസ് ഇൻ വിച്ച് വി മേക്ക് യൂസ് ഓഫ് എയർ. അപ്പോൾ ഈ എയറിൻ്റെ ഇത്തരത്തിലുള്ള യൂസുകൾ എന്തൊക്കെയാണ്? ഒന്ന് ടു ബ്രീത്ത്. നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ വേണം അല്ലേ?
ടു ഫിൽ എയർ ഇൻ ദ ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്, അതുപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ ടയേഴ്സിലൊക്കെ എന്ത് വേണം, എയർ വേണം. ഹെൽപ്സ് ടു സ്മെൽ, നമുക്ക് സ്മെല്ല് ചെയ്യണമെങ്കിൽ വേണം. ബോട്ട്സ് ടു സെയിൽ, ഈ ബോട്ടുകളൊക്കെ വെള്ളത്തിലൂടെ പോകാൻ. ഹെൽപ്സ് ക്ലോത്ത് ഡ്രൈ, വസ്ത്രങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എയർ ആവശ്യമാണ്. ഈസ് വാട്ടർ പ്രസൻറ്റ് ഇൻ എയർ ടു, മാത്രമല്ല വായുവിലും എന്തുണ്ട്, എയറിലും ഈ വാട്ടർ പ്രസൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വൺ ഡേ മീനു ആൻഡ് ഹെർ യങ്ങർ ബ്രദർ വേർ ഗോയിങ് ഫോർ എ പിക്നിക് വിത്ത് ദെയർ ഫാമിലി. അപ്പോൾ ഒരു ദിവസം മീനുവിൻ്റെ യങ്ങർ ബ്രദറും കൂടി ഫാമിലിയുടെ കൂടെ എന്ത് പോവുകയാണ്, ഒരു പിക്നിക്കിന് പോവുകയാണ്. ദെൻ ഓൺ ദ വേ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഹെവിലി, അപ്പോൾ വഴിയിൽ വെച്ചിട്ട് നല്ല ശക്തമായിട്ടുള്ള മഴ തുടങ്ങുകയാണ് ചെയ്യുന്നത്. നോട്ട് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് മീനു ആസ് ദ ഡ്രൈവർ ഓൺ നോട്ടീസിങ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻസൈഡ് ദ ഗ്ലാസ് പെയിൻ ഓഫ് ദ ബസ്. അപ്പോൾ ബസ്സിൻ്റെ ഗ്ലാസ് പെയിനിൽ ഇതുപോലെ വാട്ടർ പെപ്പർ പോലെ കണ്ടപ്പോൾ, പേപ്പർ ഡ്രോപ്ലെറ്റ്സ് കണ്ടപ്പോൾ മീന് ചോദിക്കുകയാണ് ഡ്രൈവറുടെ അടുത്ത്, എന്താണ്, ഫ്രം വേർ ഡിഡ് ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓൺ ദ ഗ്ലാസ് അപ്പിയർ, ഈസ് ദ ഗ്ലാസ് ബ്രോക്കൺ, എവിടെ നിന്നാണ് ഈ ഒരു ഗ്ലാസ് ഡ്രോപ്ലെറ്റ്സ്, ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, ഈ ഗ്ലാസ്സിന് എന്തെങ്കിലും പൊട്ടലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ദർ ഈസ് നോ ക്രാക്ക് ഇൻ ദ ഗ്ലാസ്, അപ്പോൾ പറയാണ് ഗ്ലാസ്സിന് യാതൊരു പൊട്ടലൊന്നുമില്ല. ദ വാട്ടർ ഈസ് ഫ്രം ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻസൈഡ് ദ ബസ്, അപ്പോൾ ഈ ബസ്സിൻ്റെ ഉള്ളിലുള്ള വായുവിൻ്റെ പ്രസൻസ് ആണ്, ആ ഒരു മോയ്സ്ചറാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്നാണ് ഡ്രൈവർ പറയുന്നത്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ക്ലാരിഫൈ മിലാൻസ് ഡൗട്ട്സ്. അപ്പോൾ മിലാൻ്റെ ആ ഡൗട്ട് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, എ ഗ്യാസ് ടംബ്ലർ, ഐസ് ക്യൂബ്സ്, ഇത്രയും സാധനങ്ങളാണ് അതിന് ആവശ്യമായിട്ടുള്ളത്. പുട്ട് എ ഫ്യൂ ഐസ് ക്യൂബ്സ് ഇൻ എ ഗ്ലാസ് ടംബ്ലർ, എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഒരു ഗ്ലാസ് ടംബ്ലറിൽ ഇട്ട് കൊടുക്കുക. ഒബ്സർവ് ദ ഔട്ടർ സർഫേസ് ഓഫ് ദ ഗ്ലാസ്, എന്നിട്ട് ആ ഗ്ലാസിൻ്റെ പുറം ഭാഗം നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. വാട്ട് ചേഞ്ചസ് ക്യാൻ യു ഒബ്സർവ്, അപ്പോൾ എന്ത് ചേഞ്ചസ് ആണ് കാണാൻ വേണ്ടി കഴിയുക, അതിൻ്റെ പുറത്ത് ഇങ്ങനെ എന്താണ് വെള്ളം തുള്ളികൾ വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫ്രം വേർ ഡിഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അപ്പിയർ, എവിടെ നിന്നാണ് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വന്നിട്ടുള്ളത്, ഫ്രം എയറിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ, കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് ഐസ് ക്യൂബ് ഇട്ടിട്ടുള്ളത്. വിച്ച് കോമ്പണൻസ് ഓഫ് എയർ ബിക്കം വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അവിടെ ഏത് കോമ്പണൻസ് ആണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്, വാട്ടർ വെപ്പർ ആണ് അല്ലേ. എയർ കണ്ടെയ്ൻസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അപ്പോൾ എയറിൽ എന്തുണ്ട്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. എയർ റിക്വയർ സ്പേസ്, അപ്പോൾ എയറിന് എന്ത് വേണോ, സ്പേസ് വേണോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സി ആർ നോട്ട് ഏബിൾ ടു സി എയർ, എന്താണ് ശരിക്കും നമുക്ക് എയർ എന്ന് പറയുന്നത് കാണാൻ കഴിയാത്ത ഒന്നാണ് അല്ലേ. ഇഫ് സോ ഡസ് എയർ റിക്വയർ സ്പേസ് ടു ഓക്യുപ്പൈ, പക്ഷേ ശരിക്കും എയറിന് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം ആവശ്യമുണ്ടോ. ടു ക്ലിയർ വിധൂസ് ഡൗട്ട്സ് ക്യാൻ വി ഡു ആൻ എക്സ്പെരിമെൻറ്റ്, അപ്പോൾ വിധുവിൻ്റെ ഒരു ഡൗട്ടാണ് ഇത്. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്, ബീക്കർ, വാട്ടർ, എ സ്മോൾ പ്ലാസ്റ്റിക് ബോൾ, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ടംബ്ലർ, ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫിൽ ദ ബേക്കർ അപ്പ് ദ 3/4 വിത്ത് വാട്ടർ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ 3 ഭാഗങ്ങളിലാക്കിയിട്ട് 3/4 ഭാഗത്തോളം വെള്ളം നമ്മളതിൽ നിറക്കുക, 3/4 ഭാഗം വെള്ളം നിറക്കുക. പ്ലേസ് ദ പ്ലാസ്റ്റിക് ബോൾ ഓൺ ദ ടോപ്പ് ഓഫ് ദ വാട്ടർ, എന്നിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഒരു പന്ത് ഇട്ട് കൊടുക്കുക. കീപ് ദ പ്ലാസ്റ്റിക് ടംബ്ലർ ഇൻവേർട്ട്ലി ആൻഡ് ഫേംലി ഓൺ ടോപ്പ് ഓഫ് ദ ബോൾ, അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ടെംബ്ലർ കമിഴ്ത്തിയിട്ട് പന്തിന് മുകളിലേക്ക് അമർത്തി പിടിച്ചു നോക്കുക. ദെൻ ഒബ്സർവ് ദ പൊസിഷൻ ഓഫ് ദ ബോൾ, അപ്പോൾ ആ ബോളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മളൊന്ന് നോക്കി നോക്കാം. Then what forces the ball to move to the bottom of the beaker, അപ്പോൾ പന്തിനെ ബീക്കറിൻ്റെ താഴ്ഭാഗത്തേക്ക് ആ ഒരു മാറ്റിയിട്ടുള്ളത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, the air inside the glass forces the ball to go down to the bottom, ആ ഒരു എന്താണ് ഫോഴ്സ് അല്ലേ, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോഴ്സ് കൊണ്ടാണ് ബോൾ താഴേക്ക് പോയിട്ടുള്ളത്. വാട്ട് ക്യാൻ വി ഡു ടു ബ്രിങ് ദ ബോൾ ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ, അപ്പോൾ ആ ഒരു ഇനീഷ്യൽ പൊസിഷനിലേക്ക് ബോൾ എത്തണമെങ്കിൽ നമ്മളവിടെ എന്താണ് ചെയ്യേണ്ടത്, റിലീസ് ദ എയർ, നമ്മൾ ആ എയർ റിലീസ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ദ ബോൾ റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ, അപ്പോൾ നമ്മളത് ആ ഒരു ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു എയർ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ആ പന്ത് ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തും. ദെൻ റൈറ്റ് യുവർ ഓൺ അസംഷൻ ആൻഡ് ഇറ്റ്സ് റീസൺ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഊഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, then repeat the same experiment using a transparent plastic tumbler and has a hole
അറ്റ് ഇറ്റ്സ് ബോട്ടം. ഇനി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ടംബ്ലർ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അവിടെ എന്ത് ചെയ്യണം, അതിൻ്റെ അടിഭാഗത്ത് ദ്വാരമിട്ട ഒരു പ്ലാസ്റ്റിക് ടംബ്ലർ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ഈ ഒരു പന്ത് ഇട്ടിട്ട് ചെയ്തു നോക്കുക. വാട്ട് ഡിഡ് യു ഒബ്സർവ്? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും? വൈ ഡസ് ദ ബോൾ മൂവ് ടു ദ ബോട്ടം ഓഫ് ദ ടംബ്ലർ ഇൻ ദ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്? ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്നും പന്ത് ടംബ്ലറിൻ്റെ താഴ്ഭാഗത്തും രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ പന്ത് മുകളിലേക്കും നീങ്ങിയതും കാണാൻ വേണ്ടി പറ്റും. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്? എയർ ഈസ് ട്രാപ്ഡ് ഇൻസൈഡ് ദ പ്ലാസ്റ്റിക് ടംബ്ലർ. ദിസ് എയർ പുഷസ് ദ ബോൾ ഡൗൺ. ആ ഒരു എന്താണ് ബോൾ താഴേക്ക് പോകാനുള്ള എയർ അവിടെ ഓൾറെഡി നമ്മൾ ദ്വാരം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. Then why does it moves upward in the second experiment? അപ്പോൾ ഈ സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ വരുത്തിയപ്പോൾ അത് മുകളിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? എയർ ട്രാപ്ഡ് ഇൻസൈഡ് ദ പ്ലാസ്റ്റിക് ടംബ്ലർ എസ്കേപ്സ് ത്രൂ ദ ഹോൾ സോ ദ ബോൾ റൈസ് അപ്പ്. അതുകൊണ്ടാണ് ബോൾ മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വാട്ട് വി ഡു ഡിഫറെൻറ്റ് ഇൻ ദ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്? അപ്പോൾ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്താണ് അവിടെ ചേഞ്ച്, എന്ത് ഡിഫറൻസ് ആണ് അവിടെ വരുത്തിയിട്ടുള്ളത്? വി പുട്ട് എ ഹോൾ ഓൺ ദ ടംബ്ലർ. ആ ടംബ്ലറിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. When we did so, what moved out from the plastic tumbler? ആ ടംബ്ലറിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്താണ്? എയർ ആണ് പുറത്തേക്ക് വരുന്നത് അല്ലേ. ആഫ്റ്റർ ഡൂയിങ് ദ എക്സ്പെരിമെൻറ്റ് റൈറ്റ് യുവർ ഒബ്സർവേഷൻ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ നിങ്ങളുടെ ആ ഒരു ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പോൾ നമുക്കിതിൽ നിന്നും മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് എയർ റിക്വയർസ് സ്പേസ് ടു ഒക്യുപ്പൈ. എയറിന് എന്ത് വേണം? ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. Let's see how this experiment was done in a different way in Anu's class. അപ്പോൾ അനുവിൻ്റെ ക്ലാസ്സിൽ ഇത് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. റോൾ എ പേപ്പർ ആൻഡ് പ്ലേസ് ഇൻ ഹാഫ് വേ ഇൻസൈഡ് എ ക്ലാസ്. അപ്പോൾ എന്താണ് ടീച്ചർ പറയാണ്, ഒരു ഗ്ലാസിൻ്റെ പകുതി ഭാഗം ഉള്ളിൽ പേപ്പർ ചുരുട്ടി വെച്ച് ക്ലാസ് കമിഴ്ത്തി പിടിച്ച് ബക്കറ്റിലെ വെള്ളത്തിലേക്ക് താത്താനാണ് പറയുന്നത്. ഓക്കെ, പ്രസ് ദിസ് ഗ്ലാസ് ഇൻവേർട്ട്ലി ഇൻ ടു എ ബക്കറ്റ് ഓഫ് വാട്ടർ. സോ ഒരു കുട്ടി പറയാണ്, ഹോ മൈ പേപ്പർ ഈസ് വെറ്റ്. എൻ്റെ പേപ്പർ നനഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത കുട്ടി പറയുന്നത്, മൈ പേപ്പർ ഈസ് നോട്ട് അറ്റ് ഓൾ വെറ്റ്. എൻ്റെ പേപ്പർ ഒട്ടും നനഞ്ഞിട്ടില്ല. അവിടെ ആ പേപ്പർ നനഞ്ഞിട്ടില്ല എന്ന് പറയുന്ന കുട്ടി പിടിച്ചിട്ടുള്ളത് നേരെ കമിഴ്ത്തിയാണ് പിടിച്ചിട്ടുള്ളത് അല്ലേ. മറ്റേ കുട്ടി കുറച്ച് ചെരിച്ചാണ് അവിടെ പിടിച്ചിട്ടുള്ളത്. വൈ ഡിഡ് അനൂസ് പേപ്പർ ഗെറ്റ് വെറ്റ് ആൻഡ് മിലീസ് പേപ്പർ നോട്ട് ഗെറ്റ് വെറ്റ്? എന്തുകൊണ്ടാണ് അനുവിൻ്റെ പേപ്പർ വെറ്റായതും മിലിയുടെ പേപ്പർ വെറ്റാവാതിരുന്നതും എന്തുകൊണ്ടായിരുന്നു? എയർ ഈസ് ട്രാപ്ഡ് ഇൻസൈഡ് മിലൂസ് പേപ്പർ ബട്ട് എയർ എസ്കേപ്ഡ് ഫ്രം അനൂസ് പേപ്പർ. അനുവിൻ്റെ പേപ്പറിൽ നിന്നും എയർ എസ്കേപ്പ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. മിലിയുടെ പേപ്പറിൽ എന്ത് ചെയ്തു? അത് ട്രാപ്പ് ചെയ്യാണ്, അതിനെ നേരെ കമിഴ്ത്തി ട്രാപ്പ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണത് നനയാതിരുന്നത്. നെക്സ്റ്റ് വൺ, ഷേപ്പ് ഓഫ് എയർ എന്നുള്ളതാണ്. ഹാവൻറ്റ് യു സീൻ ബലൂൺസ് ഫിൽഡ് വിത്ത് എയർ യൂസ്ഡ് ആസ് ഡെക്കറേഷൻ ഫോർ ബർത്ത്ഡേ സെലിബ്രേഷൻസ്? നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ബലൂണുകളൊക്കെ വീർപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. വെൻ ഫിൽഡ് വിത്ത് എയർ വാട്ട് ഹാപ്പൻ ടു ദ ഷേപ്പ് ഓഫ് ബലൂൺസ്? നമ്മളവിടെ എയർ നടക്കുമ്പോൾ ഈ ബലൂണിന് എന്താ സംഭവിക്കുക? ബലൂണ് വീർക്കുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. ഏത് ഷേപ്പിലാണോ ഉള്ളത്, ഇപ്പോൾ എച്ചിൻ്റെ രൂപത്തിലും വൈയുടെ രൂപത്തിലും എയുടെ രൂപത്തിലും ആയിരിക്കും വരുന്നത്. ഈസ് ദ ഷേപ്പ് ഓഫ് എയർ ദ സെയിം ഇൻ ഈച്ച് ആൽഫബറ്റ്? അപ്പോൾ എയർ നടക്കുന്നത് സെയിം ആണ്, പക്ഷെ എല്ലാ ആൽഫബറ്റിലും അത് ഒരേപോലെയാണോ? അല്ല. ഡസ് എയർ ഹാവ് ഡിഫൈൻ ഷേപ്പ്? അപ്പോൾ എയറിന് ഒരു ഡിഫൈൻ ഷേപ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എയർ ഡസ് നോട്ട് ഹാവ് ഡിഫൈൻ ഷേപ്പ്, ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് ഈസ് ഫിൽ ഇൻ. അപ്പോൾ എയറിന് എന്താണ്? ഒരു ഡിഫൈൻ ഷേപ്പ് ഇല്ല, അത് ഏതിലാണോ കണ്ടെയ്ൻ ചെയ്യുന്നത് അതിൻ്റെ ഷേപ്പാണ് അത് സ്വീകരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡസ് എയർ ഹാവ് വെയിറ്റ്? ഇനി എയറിന് വെയിറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കുട്ടി പറയാണ്, ദർ ഈസ് എയർ അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റും എന്തുണ്ട്? എയർ ഉണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി വെയിറ്റ്. പക്ഷെ നമുക്കതൊരു വെയിറ്റും തോന്നുന്നില്ല. എയർ ഹാസ് വെയിറ്റ് എന്നാണ് ഗേൾ പറയുന്നത്. സോ ലിസൺ ടു ദ ഡയലോഗ് ഇൻ ദ പിക്ചർ. ടു ഹൂസ് ഒപ്പീനിയൻ ഡു യു എഗ്രി? ഇവരുടെ ആരുടെ ഒപ്പീനിയനാണ് നമുക്ക് എഗ്രി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നമുക്ക് അറിയില്ല അല്ലേ, ശരിക്കുള്ളത് എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു ഒപ്പീനിയൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ എന്ന് പറയാം. അപ്പോൾ ഏതാണ് ഒപ്പീനിയൻ എന്നുള്ളത് നിങ്ങൾ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതി കൊടുക്കുക. ഹൗ ക്യാൻ വി പ്രൂവ് ദാറ്റ് എയർ ഹാസ് വെയിറ്റ്? ഇനി എയറിന് വെയിറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഷോൾ വി ഡു ആൻ എക്സ്പെരിമെൻറ്റ്? നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. മെറ്റീരിയൽസ് എന്തൊക്കെ വേണം? 2 ബലൂൺസ് വേണം, ത്രെഡ് വേണം, എ സ്മോൾ സ്റ്റിക്കും കൂടെ വേണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇൻഫ്ലേറ്റ് 2 ബലൂൺസ് ആൻഡ് ടൈ ദെയർ
മൗത്ത്സ്. അപ്പോൾ നമ്മൾ 2 ബലൂണുകൾ വീർപ്പിച്ചിട്ട് അതിൻ്റെ ആ മൗത്ത് ടൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ താഴെ ഈ മുകളിൽ കാണുന്ന പോലെ കെട്ടിക്കൊടുക്കുക. ടൈ ഈച്ച് ബലൂൺ ഓൺ എയ്തർ എൻഡ്സ് ഓഫ് എ ലോങ് ആൻഡ് തിൻ സ്റ്റിക്ക്. ഒരു തിൻ സ്റ്റിക്കിൻ്റെ മീതെ ലോങ് ആയിട്ടുള്ളതിൻ്റെ 2 അറ്റത്തായിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുക. ടൈ എ ത്രെഡ് ടു ദ മിഡിൽ ഓഫ് ദ സ്റ്റിക്ക് ആൻഡ് ബാലൻസ് ദ ബലൂൺസ് ഓൺ ഇറ്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, കമ്പിൽ നൂല് കെട്ടിയിട്ട് ബലൂണുകളെ ഒരു 2 ബാലൻസ് ആയിട്ട് നിർത്താൻ വേണ്ടി ശ്രമിക്കുക. പ്രിക്ക് വൺ ഓഫ് ദ ബലൂൺസ് വിത്ത് എ പിൻ ടു റിലീസ് ദ എയർ ഇൻസൈഡ്. അതിനുശേഷം നമ്മൾ ഒരെണ്ണം കുത്തിയിട്ട് പൊട്ടിച്ചു കൊടുക്കുക. സോ വാട്ട് ഹാസ് ഹാപ്പൻ. അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ, ദ ബാലൻസ് വിൽ ടൈൽഡ് ടുവേർഡ്സ് ദ സൈഡ് ഓഫ് ബലൂൺസ് ഫിൽഡ് വിത്ത് എയർ. അപ്പോൾ അതിൻ്റെ ബാലൻസ് പോയിട്ട് ഒരു ഭാഗം അത് വെയിറ്റ് തൂങ്ങിയതുപോലെ ആയിട്ട് കാണും അല്ലേ, ഒരു ഭാഗത്തേക്ക് മാത്രം ഭാരം തൂങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ആസ് ആൻ എക്സ്പെരിമെൻ്റൽ നോട്ട് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒബ്സർവേഷൻ എന്താണോ എന്നുള്ളത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഒന്ന് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. എങ്ങനെ എഴുതണം, എക്സ്പെരിമെൻ്റൽ നോട്ടാക്കിയിട്ട് എഴുതണം. നെയിം ഓഫ് ദ എക്സ്പെരിമെൻ്റൽ ഡയഗ്രാം, എയിം, മെറ്റീരിയൽസ്, പ്രൊസീജിയർ, ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ. ഇങ്ങനെ വേണം നിങ്ങൾ ഇതിനെ എഴുതാൻ. ഷോൾ വി ഡു അനദർ എക്സ്പെരിമെൻറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. മെഷർ ദ വെയിറ്റ് ഓഫ് എ സൈക്കിൾ ട്യൂബ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫില്ലിംഗ് ഇറ്റ് വിത്ത് എയർ. എന്ത് ചെയ്യുക, നിങ്ങളൊരു സൈക്കിൾ ട്യൂബ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ കാറ്റ് നിറക്കുന്നതിന് മുന്നേ അത് നിറച്ച ശേഷവും അതിൻ്റെ വെയിറ്റ് എത്രയുണ്ട് എന്നുള്ളത് നോക്കുക. ഡു യു ഒബ്സർവ് എനി ചേഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ടോ? വാട്ട് ക്യാൻ ബി ദ റീസൺ. എന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? നമുക്കറിയാം സൈക്കിൾ ട്യൂബിൽ എയർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, വെയിറ്റ്ലെസ് ആയിരിക്കും, വെയിറ്റ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിൽ എയർ നിറച്ച് കഴിഞ്ഞാൽ അതിന് വെയിറ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി, എയർ ഹാസ് വെയിറ്റ്. എയറിന് എന്തുണ്ട്, വെയിറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദ പവർ ഓഫ് എയർ. ഇനി അടുത്തത് എയറിന് പവർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലേ. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്, ഒന്ന് വേണ്ടത് മേസൺ പൈപ്പ് ആൻഡ് എംപ്റ്റി മിൽക്ക് കവർ, ബുക്സ്, ത്രെഡ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇൻസേർട്ട് എ മേസൺ പൈപ്പ് through the small hole of an empty milk cover and tie it with a thread. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ഒഴിഞ്ഞ മിൽക്കിൻ്റെ കവർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മേസൺ പൈപ്പ് തിരികെ വെച്ചിട്ട് നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കുക. പ്ലേസ് എ ബുക്ക് എബവ് ദ കവർ. അതിനുശേഷം കവറിന് മുകളിലായിട്ട് ഒരു പുസ്തകം വെച്ച് കൊടുക്കുക. ബ്ലോ എയർ ഇൻ ടു ദ കവർ ത്രൂ ദ മേസൺ പേപ്പർ. എന്നിട്ട് മേസൺ പൈപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഊതി കൊടുക്കുക. വാട്ട് ഡിഡ് യു ഒബ്സർവ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കവറ് വലുതായിട്ട് ഒരു ബുക്കിനെ അത് പവർ ചെയ്ത് ബുക്ക് മുകളിലായിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലെറ്റ് us കണ്ടിന്യൂ ദ എക്സ്പെരിമെന്റ് ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ബുക്സ്. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഒരു ബുക്ക് വെച്ച് കൊടുക്കുക, പിന്നെ ഒരു ബുക്കും കൂടെ വെച്ച് കൊടുക്കുക. അങ്ങനെ 1-2 ബുക്കുകൾ നിങ്ങൾ വെച്ച് കൊടുക്കുക. ഹൗ മെനി ബുക്സ് ക്യാൻ ബി ലിഫ്റ്റഡ്. അപ്പോൾ എത്ര ബുക്ക് വരെ ഉയർത്താൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. റൈറ്റ് ഡൗൺ യുവർ ഗസ്സസ്. എന്നിട്ട് നിങ്ങളുടെ ഗസ് എന്താണെന്നുള്ളത് എഴുതി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളിത് ക്ലാസ്സിൽ ചെയ്ത് നോക്കുകയും ചെയ്യുക. പ്ലേസ് മോർ ബുക്സ് ആൻഡ് ബ്ലോ എയർ സ്ട്രോങ്ലി ത്രൂ ദ മേസൺ പൈപ്പ്. അപ്പോൾ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ട് മേസൺ പൈപ്പിലൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ എയർ പാസ് ചെയ്ത് കൊടുക്കുക. ദെൻ വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ബുക്ക് അത്യാവശ്യം ഈ ഒരു മേസൺ പൈപ്പിൽ ഒരു എയറിൽ തങ്ങി നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫ്രം ദീസ് വാട്ട് ഇൻഫറൻസ് ക്യാൻ യു അറൈവ് അറ്റ്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് എന്താണ്, എയറിന് പവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇൻ വിച്ച് സ്റ്റേറ്റ് ഡസ് എയർ എക്സിസ്റ്റ്. എയർ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ് നിലനിൽക്കുന്നത്? എയർ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ് അല്ലേ. അപ്പോൾ ഗ്യാസ് രൂപത്തിലാണ് ഉള്ളത്. എയർ എക്സിസ്റ്റ് ഇൻ ഗ്യാസ് സ്റ്റേറ്റ്. എയർ ഉള്ളത് ഗ്യാസ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ദ ബലൂൺ സീൻ റൈസിംഗ് അപ്പ് ഇൻ ദ പാർക്സ് ആൻഡ് ബീച്ച് ഈസ് ഫിൽഡ് വിത്ത് എ ഗ്യാസ്. ഫൈൻഡ് ഔട്ട് വിച്ച് ഗ്യാസ് ഇറ്റ് ഇസ്. അപ്പോൾ നമ്മൾ പാർക്കിലും ബീച്ചിലൊക്കെ പോകുമ്പോൾ അവിടെ ഉയരത്തിൽ പറങ്ങുന്ന ബലൂണുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അത് ഏത് ഗ്യാസ് ആണ് അതിലുള്ളത്? നൈട്രജൻ ഗ്യാസ് ആണ് അതിൽ ഉള്ളത്. ഇനി ഇവിടെ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്. ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നിവിടെ തന്നിട്ടുണ്ട്. നോ ഡിഫൈൻ ഷേപ്പ്. എന്താണ്, ഒരു ഡിഫൈൻ ഷേപ്പ് ഗ്യാസിന് ഇല്ല. ഹാസ് വെയിറ്റ്. അതിന് എന്തുണ്ട്, വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹാസ് പവർ. അതിന് പവർ ഉണ്ട്. ഒക്യുപ്പൈ സ്പേസ്. അതിന് എന്താണ്, സ്ഥലം ആവശ്യമായിട്ടുള്ള ഒന്നാണ്. യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന 3 സ്റ്റേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി അല്ലേ. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദെയർ പ്രോപ്പർട്ടീസ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം.
പ്രോപ്പർട്ടീസ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇതിൽ ഓരോന്നിലും എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഷേപ്പ് എങ്ങനെയാണ്? സോളിഡ് ആണെങ്കിൽ ഡിഫൈൻ ഷേപ്പ് ഉണ്ട്, ലിക്വിഡ് ആണെങ്കിൽ ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ, ആ കണ്ടെയ്നറിന്റെ ഷേപ്പാണ് അത് ഉൾക്കൊള്ളുന്നത്. ടേക്ക് ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ എന്നുള്ളത് തന്നെയാണ് ഗ്യാസിലും വരുന്നത്. വെയിറ്റ് സോളിഡിൽ ഹാവ് വെയിറ്റ് ആണ്, മൂന്നെണ്ണത്തിലും എന്തുണ്ട്? ഹാവ് വെയിറ്റ് ആണ്, ഓരോന്നിനും അതിൻ്റെതായ വെയിറ്റും ഉണ്ട്. സ്പേസ് ടു ഓക്യുപ്പൈ ആണെങ്കിലോ മൂന്നിനും എന്തുണ്ട്? നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ, എല്ലാത്തിനും അതിൻ്റെതായ സ്ഥലം ആവശ്യമായിട്ടുള്ളതാണ്. ഇനി അടുത്തത് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് എന്നുള്ളതാണ്. ഐസ് ആൻഡ് വാട്ടർ ആർ ഓഫ് ദ സെയിം മെറ്റീരിയൽ. ഐസും വാട്ടറും എന്താണ്? സെയിം മെറ്റീരിയൽ ആണല്ലേ, വെള്ളം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സെയിം ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഐ ക്യാൻ ഹോൾഡ് ഐസ് ഇൻ മൈ ഹാൻഡ്സ് ബട്ട് ഐ കാൻ ഹോൾഡ് വാട്ടർ. എനിക്ക് ഐസ് എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ വെള്ളം ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, വെള്ളം കയ്യിൽ നിന്നും ഒഴുകിപ്പോകും അല്ലേ. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? ദ റീസൺ ഈസ് ദ ഡിഫറൻസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതിൻ്റെ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് കാരണം എന്ന് പറയുന്നത്. ഐസ് ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, ഹോൾഡിംഗ് ഐസ് ഈസ് ഈസിലി. ഐസ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്, അതുകൊണ്ട് തന്നെ അതിനെ ഈസി ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഹോൾഡിംഗ് വാട്ടർ ഈസ് ഇൻ ഹാൻഡ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. പക്ഷേ വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ലിസൺ ടു അനൂസ് ഡൗട്ട്, വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? അപ്പോൾ അനുവിൻ്റെ ഡൗട്ടിന് നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പ്ലേസ് ആൻ ഐസ് ക്യൂബ് ഇൻ എ വെസൽ, ഒരു ഐസ് ക്യൂബ് ഒരു വെസലിൽ എടുക്കുക. ഒബ്സർവ് ആഫ്റ്റർ സം ടൈം, അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് വെള്ളമായിട്ട് മാറും അല്ലേ. ദെൻ വാട്ട് ചേഞ്ചസ് ഡിഡ് യു സീ? അത് വെള്ളമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒബ്സർവ് ദ പിക്ചർ, ഈ പിക്ചർ നോക്കൂ. ഒന്നാമത്തേതിൽ ഐസ് ആണുള്ളത്, രണ്ടാമത്തേതിൽ വെള്ളമായി, മൂന്നാമത്തേത് അത് നമ്മൾ ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് നീരാവിയായിട്ട് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. വാട്ട് ഡു യു ഒബ്സർവ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലും നമുക്ക് വെള്ളത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്സ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. ഒന്നാമത്തെ സോളിഡ് ആണെങ്കിൽ രണ്ടാമത്തെ ലിക്വിഡ് ആയിട്ട് മാറി, മൂന്നാമത്തത് അത് ഗ്യാസ് ആയിട്ട് മാറുന്നതാണ് കാണുന്നത്. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ മാറ്റർ ഇൻ ഈച്ച് പിക്ചർ? ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഐസ്, ഐസ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആണ്. രണ്ടാമത്തെ വാട്ടർ ആണ്, വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. മൂന്നാമത്തെ സ്റ്റീം ആണ്, നീരാവിയാണ്, അതെന്താണ്? ഗ്യാസ് ആയിട്ടാണ് പോകുന്നത്. ഐസ്, വാട്ടർ, സ്റ്റീം, സ്റ്റീം അഥവാ വാട്ടർ വേപ്പർ ആർ ദ ത്രീ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ സെയിം സബ്സ്റ്റൻസസ്. ഒരു സെയിം ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ മൂന്ന് സ്റ്റേറ്റ് ആണ് ഐസ്, അതുപോലെ തന്നെ വാട്ടർ, അതുപോലെ സ്റ്റീം എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദാറ്റ് സബ്സ്റ്റൻസ്? ഏതാണ്? വെള്ളമാണ് അല്ലേ, വാട്ടറിൻ്റെതാണ് ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത്. ക്യാൻ വാട്ടർ ബി ചേഞ്ച്ഡ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ? വെള്ളം ഒരു സ്റ്റേറ്റിൽ നിന്നും നമുക്ക് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാണ്. ടേക്ക് വൺ ഐസ് ക്യൂബ് ഈസ് ഇൻ എ ബീക്കർ ആൻഡ് ഹീറ്റ് ഇറ്റ്. ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മളൊരു ബീക്കറിൽ വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വെള്ളമായിട്ട് മാറും അല്ലേ. വാട്ട് ആർ ദ ചേഞ്ചസ് യു ക്യാൻ സീ? അത് വെള്ളമായിട്ട് മാറുന്ന ചേഞ്ച് ആണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുക. വീണ്ടും നമ്മൾ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അത് സ്റ്റീമായിട്ട് പോകുന്നത് കാണാൻ വേണ്ടി കഴിയും. ക്യാൻ വാട്ടർ വേപ്പർ ബി കൺവേർട്ടഡ് ബാക്ക് ടു ഐസ് അഗെയിൻ? ആ വാട്ടർ വേപ്പറിനെ വീണ്ടും നമുക്ക് ഐസാക്കി എടുക്കാൻ വേണ്ടി പറ്റുമോ? പറ്റും. അതിനെ നമുക്ക് ശേഖരിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ വീണ്ടും ഐസാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത് തന്നെയാണ്. സോ വാട്ട് നീഡ്സ് ടു ബി ഡൺ ഫോർ ദാറ്റ്? അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ലുക്ക് അറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. താഴെയുള്ള ഫ്ലോ ചാർട്ട് നോക്കൂ. ഐസ് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്, അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? വാട്ടർ കിട്ടും. വാട്ടർ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വാട്ടർ വേപ്പർ കിട്ടും. വാട്ടർ വേപ്പർ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർ കിട്ടും. വാട്ടർ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് ഐസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഒരു സർക്കുലർ പോലെ, ഒരു സർക്കിൾ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കോക്കനട്ട് ഓയിൽ ഇസ് അനദർ ലിക്വിഡ്. കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു ലിക്വിഡ് ആണ് അല്ലേ. ക്യാൻ ദിസ് ഓൾസോ ബി കൺവേർട്ടഡ് ഇൻ ടു 3 സ്റ്റേറ്റ്സ്? ഇതിന് നമുക്ക് 3 സ്റ്റേറ്റ്സിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുമോ? പറ്റും. എന്താണ്? നമ്മൾ ഈ ഓയിലൊക്കെ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടയായിട്ട് നല്ല സോളിഡ് അല്ല എങ്കിൽ പോലും ചെറിയ രീതിയിൽ സോളിഡായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് കുറച്ച് നേരം പുറത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? നോർമൽ കോക്കനട്ട് ഓയിലായിട്ട് മാറും. കൂടുതൽ നേരം നമ്മളത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റീമായിട്ട് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. റൈറ്റ് ഓൺ എക്സാമ്പിൾസ് ഓഫ് സബ്സ്റ്റൻസസ് ദാറ്റ് ചേഞ്ച് ദ സ്റ്റേറ്റ് അപ്പോൺ ഹീറ്റിംഗ്. ചൂടാകുമ്പോൾ അവസ്ഥ മാറുന്ന വസ്തുക്കൾക്ക് എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതി കൊടുക്കാം? ഗീ, ബട്ടർ, ചോക്ലേറ്റ്, കാൻഡിൽ വാക്സ്. ഇതൊക്കെ ഇത്തരത്തിൽ ചൂടാകുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റിൽ മാറ്റം വരുന്ന സംഭവങ്ങളാണ്. നെക്സ്റ്റ് മെർക്കുറിയെ കുറിച്ചാണ് പറയുന്നത്. ജനറലി മോസ്റ്റ് മെറ്റൽസ് ആർ സീൻ ഇൻ സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദം എല്ലാ മെറ്റൽസും എങ്ങനെയുള്ളതാണ്? സോളിഡ് സ്റ്റേറ്റിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ബട്ട് മെർക്കുറി ഈസ് എ മെറ്റൽ ദാറ്റ് സീൻ ഇൻ ലിക്വിഡ് ഫോം അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലാണ് നമുക്ക് മെർക്കുറി കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ തെർമോമീറ്റേഴ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ് ടു മെഷർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയിട്ട് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് മെർക്കുറി എന്ന് പറയുന്നത്. ദെൻ ആസ് അറ്റ് ദ സെയിം റേറ്റ്, ഇനി എന്താണ്? ഒരേ സെയിം
റേറ്റിലാണോ ഇതെല്ലാം സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഹാവൻറ്റ് യു നോട്ടീസ് ദാറ്റ് വെറ്റ് ക്ലോത്ത്സ് ബിക്കം ഡ്രൈ ആഫ്റ്റർ സം ടൈം? നമ്മൾ ഈ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞാൽ നമ്മൾ അയൽ കൊണ്ടുവിടും അല്ലേ, അത് കുറച്ച് കഴിഞ്ഞാൽ എന്താവും വെറ്റായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ഇൻ ദ ക്ലോത്ത്സ്? അപ്പോൾ ആ ഒരു ക്ലോത്തിലുണ്ടായിരുന്ന വെള്ളത്തിന് അവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ട് കുഡ് ബി ദ റീസൺ? അതെന്ത് സംഭവിക്കും? അതിലെ വാട്ടർ ഇവാബറേറ്റ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. വാട്ടർ ഇൻ ദ ക്ലോത്ത്സ് ഗെറ്റ്സ് ഇവാബറേറ്റ്, അത് ഇവാബറേറ്റ് ചെയ്തിട്ട് പോകുന്നതാണ്. റൈറ്റ് ഡൗൺ ഇൻ. അപ്പോൾ അതെന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. അതാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഡു ഓൾ ലിക്വിഡ്സ് ബിക്കം വേപ്പർ? അപ്പോൾ എല്ലാ ലിക്വിഡ്സും ഇതേപോലെ വേപ്പറായിട്ട് മാറുമോ? വാട്ടർ വേപ്പർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതെന്താണോ ലിക്വിഡ് അതിൻ്റെ വേപ്പറായിട്ട് മാറുമോ എന്നാണ് ചോദിക്കുന്നത്. നെയിം ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ്സ് ബിക്കം വേപ്പർ? അപ്പോൾ ഇങ്ങനെ ലിക്വിഡ്സ് വേപ്പറായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഇവാപ്പറേഷൻ എന്നുള്ളതാണ്. ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ്സ് ബിക്കം വാപ്പർ ഈസ് നോൺ ആസ് ഇവാപ്പറേഷൻ. അപ്പോൾ ഇങ്ങനെ ലിക്വിഡ്സ് എന്താണ്? ലിക്വിഡ്സ് ഇതുപോലെ വേപ്പറായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഡു ഓൾ ലിക്വിഡ്സ് ഇവാപ്പറേറ്റ് അറ്റ് ദ സെയിം റേറ്റ്? അപ്പോൾ എല്ലാ ലിക്വിഡ്സും ഇതേ സെയിം റേറ്റിലാണ്. ഇപ്പോൾ വെള്ളമാവുന്ന പോലെ വെളിച്ചെണ്ണൊക്കെ ആവാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. ഡു എ സിമ്പിൾ പ്രൊജക്ട് ടു ഫൈൻഡ് ഔട്ട് ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഓഫ് ദ ലിക്വിഡ്സ് യു ആർ ഫെമിലിയർ വിത്ത് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ലിക്വിഡ്സ് ഉണ്ടാവും അല്ലേ, അതൊക്കെ ഇതേപോലെ സെയിം റേറ്റിൽ അല്ലെങ്കിൽ സെയിം ടൈമിലാണോ ഇവാപ്പറേറ്റ് ആവുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കുക. വി ക്യാൻ യൂസ് ലിക്വിഡ്സ് ലൈക്ക് മിൽക്ക്, കോക്കനട്ട് ഓയിൽ, വാട്ടർ, സാനിറ്റൈസർ. അപ്പോൾ ഈ 4 നിങ്ങൾ എടുക്കുക, എന്നിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. യൂസിങ് എ ഡ്രോപ്ലെറ്റ് ടേക്ക് 5 drops ഓഫ് ഈച്ച് ലിക്വിഡ് ഇൻ ഐഡൻറ്റിറ്റിക്കൽ കണ്ടെയ്നേഴ്സ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാതും ഒരേ രീതിയിലുള്ള ഒരു കണ്ടെയ്നേഴ്സിൽ വേണം എടുക്കാൻ. അതിനുശേഷം അതിലൊരു 5 തുള്ളി വീതം ഇറ്റിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തുറന്നു വെച്ചിട്ട് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ദ ഒബ്ജക്ട്സ് അറൗണ്ട് us exist in 3 states: സോളിഡ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായി എന്ത്? നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും 3 സ്റ്റേറ്റ്സിലാണ് കാണപ്പെടുന്നത്. ഒന്ന് സോളിഡ്, മറ്റൊന്ന് ലിക്വിഡ്, മറ്റൊന്ന് ഗ്യാസ്. ഈ 3 സംഭവങ്ങളിലായിരിക്കും നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ കാണപ്പെടുന്നത്. ദ സെയിം സബ്സ്റ്റൻസസ് മേ ബി ഫൗണ്ട് ഇൻ മോർ ദാൻ 1 സ്റ്റേറ്റ്. ചിലപ്പം ഒരു വസ്തുവിനെ 3 സ്റ്റേറ്റിലും കാണാം, അല്ലെങ്കിൽ 2 സ്റ്റേറ്റിലും കാണാൻ വേണ്ടി പറ്റും. ദർ ആർ certain common properties for the substances that exist in different states. മാത്രമല്ല വ്യത്യസ്ത വസ്തുക്കളിൽ പൊതുവായ ചില പ്രത്യേകതകളും പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം. നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്, അതിനുണ്ടാകുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്കിതിലെ ലെറ്റ്സ് അസസ് എന്നുള്ള പ്രവർത്തനം നോക്കാം. ഫസ്റ്റ് വൺ, ഫിക്സ് എ സ്മോൾ കാൻഡിൽ ഇൻസൈഡ് ദ ലിഡ് ഓഫ് എ ബോൾ ഐസ്ക്രീം കപ്പ് ആൻഡ് ലൈറ്റ് ഇറ്റ്. ഒരു ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിനുള്ളിൽ ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വെക്കുക. ക്യാൻ യു കീപ് ഇറ്റ് ബേണിംഗ് വെൻ പ്ലേസ്ഡ് അണ്ടർ ദ വാട്ടർ ഇൻ എ കണ്ടെയ്നർ. അതിന് ഒരു പാത്രത്തിലെ വെള്ളത്തിനടിയിൽ കത്തിച്ച് നിർത്താൻ വേണ്ടി പറ്റുമോ? പ്രിപ്പയർ എൻ എക്സ്പെരിമെൻ്റൽ നോട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കണം അല്ലേ. പറ്റുമോ? നോ, യു കാൺട്ട് കീപ് ദ കാൻഡിൽ ബേണിംഗ് വെൻ പ്ലേസ്ഡ് അണ്ടർ ദ വാട്ടർ ഇൻ എ കണ്ടെയ്നർ. അപ്പോൾ നമുക്ക് വെള്ളത്തിനടിയിൽ മെഴുകുതിരി കത്തിച്ച് നിർത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡ് വൺ, കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് ഗിവൺ ബിലോ. താഴെ നമുക്കൊരു കോൺസെപ്റ്റ് മാപ്പ് തന്നിട്ടുണ്ട്, അതിനെന്ത് ചെയ്യണം? നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. മെറ്റീരിയൽസും അതിൻ്റെ പ്രോപ്പർട്ടീസും ആണ് അവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ സോളിഡ് ആണ്. ഹാവ് ഷേപ്പ്, അതിനെന്താണ്? ഷേപ്പ് ഉണ്ട്. പിന്നെ എന്താണ്? ഹാവ് ഡിഫൈൻ വോളിയം, അതിന് വോളിയം ഉണ്ട്. കനോട്ട് ബി കംപ്രസ്ഡ്, അതിന് ശക്തിയുണ്ട്, കംപ്രസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ലിക്വിഡ്സിന് എന്തൊക്കെയാണ്? നോ ഡിഫൈൻ ഷേപ്പ്, അതിന് ഷേപ്പ് ഇല്ല. ഡിഫൈൻ വോളിയം, അതിന് ഡിഫൈൻ വോളിയം ഉണ്ട്. കനോട്ട് ബി കംപ്രസ്ഡ്, നമുക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഗ്യാസ് ആണെങ്കിലോ നോ ഡിഫൈൻ ഷേപ്പ്, അതിന് ഷേപ്പ് ഇല്ല. നോ ഡിഫൈൻ വോളിയം, അതിന് ഡിഫൈൻ വോളിയം ഇല്ല. ക്യാൻ ബി കംപ്രസ്ഡ്, നമുക്കതിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി തേർഡ് വൺ, ഒബ്സർവ് ദ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് അറൗണ്ട് യു ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. നമുക്ക് ചുറ്റും ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലെ, ഒരുപാട് വസ്തുക്കളുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഒബ്സർവ് ചെയ്യുക. പ്രിപ്പയർ എ ടേബിൾ ബൈ ക്ലാസിഫൈങ് ദം ഇൻ ടു സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പോൾ എന്നിട്ട് അതിനെന്ത് ചെയ്യണം? സോളിഡ് ഏതൊക്കെയാണ്, ലിക്വിഡ് ഏതൊക്കെയാണ്, ഗ്യാസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോളിഡിൽ ഏതൊക്കെ വരും? ബുക്ക്, ടേബിള്, ഫോണ്, പെന്ന്, അങ്ങനെയുള്ള ബാഗ്, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് എവിടെ വരും? സോളിഡിൽ വരുന്നതാണ്. ലിക്വിഡിലാണെങ്കിൽ വാട്ടർ, മിൽക്ക്, ഓയിൽ, ജ്യൂസ്, പെട്രോള്, ഡീസൽ, അങ്ങനെയുള്ളതൊക്കെ ലിക്വിഡിൽ വരുന്നതാണ്. ഇനി ഗ്യാസിലാണെങ്കിൽ എയർ, ഹീലിയം, ഓക്സിജൻ, സ്റ്റീം, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അതൊക്കെ വരുന്നത് ഗ്യാസിലാണ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വൺ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. അത് കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് 6th ചാപ്റ്റർ ആണ് മാർവലസ് ഓഫ് സ്കൈ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങളുടെ സബ്ജക്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.